സാറൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ. തോൾ തീറിയും ചെവി അടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാ, 3 ദിവസം കൂടി സാറിന് അവധി വരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കിക്കോ. അയ്യേ, സാറിന് നാണമില്ലേ സാർ? ഒരു വക അൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ. വൃത്തിയേട്. അങ്കിളേ, അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ? ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാവോ, ഓ നിന്നേ, ഒന്ന് പറയട്ടെ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. അങ്ങനെ നീ പിന്നെ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടുണ്ടാ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ? മര്യാദയ്ക്ക് നീ പോകുന്നുണ്ടോ? ഇല്ല. സത്യമായിട്ട് ആളിനെ വിളിച്ചുകൂട്ടും പറഞ്ഞേക്കാം. ആളുകളെ വിളിച്ചു കൂട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ. പെണ്ണ നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുതരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. നിന്റെ കൊഞ്ചലും കുഴയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പിഴയാണെന്ന്. നിന്നെ പോലെ അലവലാതെ പ്രേമിക്കാനും നീ പറയുന്ന ഒരു തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്, നിന്റെ കിളവൻ കാമുകൻ. ചെല്ല് അങ്ങോട്ടില്ല. ബാലകൃഷ്ണ, ശരി, ബാലകൃഷ്ണൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ജോലിയിൽ ഞാൻ മാറി തന്നേക്കാം, പോരെ? പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപ? അതത്ര വലിയ സംഖ്യയൊന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസ ഞാൻ തരത്തില്ല. അപ്പോ ജോലിയോട്ട് കിട്ടാനും പോകുന്നില്ല. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോണ്ടി വന്നാലും ശരി, ജോലി ഞാൻ മേടിക്കും. നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ലോക്കലാ? ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, is it 35452? Yes. Saraswati Amma, please. Call from Calcutta. ഹലോ, സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ട. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനും എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി.
വരുമ്പം കൽക്കട്ടയിൽ അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ കട്ടയല്ലേ. മോനെ വെക്കല്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ ഹലോ, മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ആ, ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പതുപ്പ്, കമ്പിളി പതുപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പതുപ്പ് കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതുപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ, ഹലോ. എന്താ കട്ടായി പോയി. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പിളി പതപ്പേ അവിടെ ഇരുന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ വരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ ഇതുവരെ ഇവിടെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടവരും. എന്റെ പൈസ എടോ. ബാലസ്ന എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ ബാലസ്ന, എന്റെ പൈസ തന്നോട് പറയുന്നു, എന്റെ പൈസ. എടാ ബാലസ്ന, ആഹാ ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. ആടാ, നമുക്ക് നായിന്റെ സോറി, ആ മാറിപ്പോയതാണ്. ക്ഷമിക്കണം, വിട് വിട്. ഹലോ ഹലോ, ഈ വണ്ടിയിലെ വന്നു. പയ്യോ തമിഴ്. എന്റെ കാശിങ് തന്നെ, ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ആട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്, എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്, എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തിൽ നിന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. പഞ്ചായത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. കൊല്ലുള്ളോ നിന്റെ അടുത്ത് അടുക്കരുത്. ശരീരം വരും.